പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന ആ കാലയളവിൽ പാർലമെൻറ്റിനകത്ത് അതിക്രമിച്ച് കയറുകയും അതിനകത്ത് പുക വമിക്കുന്ന ഒരു രാസവസ്തു പ്രയോഗം നടത്തുകയും ചെയ്ത ദേശസുരക്ഷയ്ക്ക് അപകടമുണ്ടാക്കുന്ന തരത്തിൽ ഈ രാജ്യത്തെ ജനപ്രതിനിധികളുടെ സമ്മേളന സമയം തന്നെ തിരഞ്ഞെടുക്കുകയും അതിനകത്ത് ഭീകരാക്രമണം നടത്തുന്നതിന് വേണ്ടിയിട്ട് പദ്ധതിയിടുകയും ചെയ്ത് പ്രവർത്തിച്ച കുറ്റവാളികളെ അവർക്ക് അതിനകത്ത് പ്രവേശിക്കുവാൻ വേണ്ടിയുള്ള പാസ് നൽകിയ ഭരണകക്ഷി എംപിയുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം സംബന്ധിച്ച് വിശദീകരണം നൽകേണ്ടത് പാർലമെന്റിനകത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. അത്തരത്തിൽ ഒരു വിശദീകരണം നൽകുന്നതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പ്രതിപക്ഷം പാർലമെന്റിനകത്ത് പ്രക്ഷോഭങ്ങൾ ആ വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് പറയുന്ന പാർലമെന്റിനകത്ത് ചരിത്രത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത വിധം ദിനംപ്രതി പ്രതിപക്ഷത്തുള്ള പാർലമെന്റ് മെമ്പർമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പാർലമെന്റിന്റെ ചരിത്രത്തിൽ, ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ നാളിതുവരെ കേട്ടുകേഴ്വിയില്ലാത്ത വിധത്തിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. കാരണം പ്രതിപക്ഷത്തുള്ള ആകെ മൊത്തം എംപിമാരുടെ എണ്ണത്തിൽ 70% മേൽ എംപിമാരെ ഇതുവരെയായി സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഏതാണ്ട് 141 എംപിമാർ രാജ്യസഭയിലും ലോക്സഭയിലുമായി സസ്പെൻഷൻ വാങ്ങിയ പ്രതിപക്ഷ എംപിമാരുടെ എണ്ണം എടുക്കുമ്പോൾ അത്രയും പേരോളം വരുന്നുണ്ട്. ദേശസുരക്ഷയെ സംബന്ധിച്ചുള്ള ചർച്ച അത് പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ആ പാർലമെന്റിനകത്ത് തന്നെ നടത്തിയ ആ ഒരു ഭീകരാക്രമണത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ചർച്ച നടക്കേണ്ടത് പാർലമെന്റിനകത്താണ്. അത് പുറത്തുള്ള പത്രസമ്മേളനത്തിലോ അല്ലെങ്കിൽ വിശദീകരണക്കുറിപ്പിലോ ഒതുങ്ങുന്നതല്ല. 17ാം ലോക്സഭയുടെ സമ്പൂർണ്ണ സമ്മേളനം ഏതാണ്ട് അവസാനിച്ച മട്ടിലാണ് ഈ ഡിസംബർ മാസത്തിലെ ചേരുന്ന ഈ സമ്മേളന കാലാവധി. ഇത് കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള വോട്ട് ഓൺ അക്കൗണ്ട് മാത്രമാണ്. അങ്ങനെ സഭ സമ്മേളിക്കുമ്പോൾ വലിയ ചർച്ചകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർലമെന്റിനകത്ത് നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച പാർലമെന്റിനകത്ത് തന്നെ നടത്താൻ ഭരണപക്ഷവും തയ്യാറാകാത്തതിന് പിന്നിൽ ഉള്ള ചേതോവികാരത്തെക്കുറിച്ച് പ്രതിപക്ഷം വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കുന്നു എന്നുള്ളതിൻ്റെ വിലയിരുത്തലാണ് പ്രതിപക്ഷത്തെ എംപിമാരെ കക്ഷിഭേദമന്യേ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യുന്ന സഭാധ്യക്ഷന്റെ നടപടി. അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ശോഭനീയമായ ഒരു കാര്യമല്ല. കേവല ഭൂരിപക്ഷം മാത്രമല്ല ഒരു രാജ്യത്തെ ഭരണം നിയന്ത്രിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഭരണാധികാരികൾ മനസ്സിലാക്കണം. പ്രതിപക്ഷ സഖ്യത്തിന് 62% വോട്ടുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾക്ക് ആകമാനം കിട്ടിയിട്ടുള്ള വോട്ടുകളുടെ ശതമാനം 60% മേളിലുണ്ട്. എണ്ണത്തിൽ കുറവാണെന്നുണ്ടെങ്കിലും സംഘടനാ സംവിധാനത്തിലും ഒപ്പം തന്നെ ഈ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഭരണത്തിലും പ്രതിപക്ഷത്തുമുള്ള പ്രസ്ഥാനങ്ങളാണ്, രാഷ്ട്രീയ പാർട്ടികളാണ് പ്രതിപക്ഷ എംപിമാരെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനങ്ങൾ. അതുകൊണ്ട് തന്നെ ചർച്ചകളിൽ അവരുടെ കൂടി അഭിപ്രായങ്ങളും അവരുടെ കൂടി നിർദ്ദേശങ്ങളും ഒപ്പം പാർലമെന്റിനകത്ത് നടക്കുന്ന ആ ഒരു ചർച്ചകളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യൻ ജനാധിപത്യത്തിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിനും ഒപ്പം തന്നെ പാർലമെന്റിൽ ചോദ്യത്തിന് ഭരണപക്ഷത്തിന് മറുപടി പറയാം. ആ മറുപടി പറയുന്നതിന് എല്ലാവിധ അധികാരങ്ങളും അവകാശങ്ങളും ഭരണപക്ഷത്തിനും ചോദ്യം ചോദിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിനുമുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളെ ഭരണകക്ഷി കേവല ഭൂരിപക്ഷത്തിനും അതുക്കും മേലെ ഭൂരിപക്ഷമുള്ള ഭരണപക്ഷം
ഭയക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായ ചോദ്യം. പാർലമെന്റിൽ അത്രയൊന്നും ശക്തമല്ലാത്തൊരു പ്രതിപക്ഷം ആണ് സഖ്യമായി രൂപപ്പെട്ടിട്ട് ഉള്ളതെങ്കിൽ പോലും ഭരണകക്ഷി ഈ പ്രതിപക്ഷ സഖ്യത്തെ തന്നെ എത്രമാത്രം ഭയക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകാൻ പോലും അവർ സമ്മതിക്കാത്തതിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർലമെന്റ് സമ്മേളിക്കുന്ന കാലഘട്ടത്തിൽ പാർലമെന്റിനകത്ത് നടക്കുന്ന ചർച്ചകളാണ് ആ രാജ്യത്തെ ജനാധിപത്യത്തിനെ ശക്തിപ്പെടുത്തുന്നതിനും ആ രാജ്യത്തിൻ്റെ വളർച്ചയെയും വികാസത്തെയും പരുവപ്പെടുത്തിയെടുക്കുന്നത് എന്നുള്ളതും ഇത്തരുണത്തിൽ നമുക്ക് സ്മരണീയമാണ്. അത്തരം പ്രവർത്തനങ്ങൾ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയെയും പാർലമെന്ററി ജനാധിപത്യത്തെയും ശക്തിപ്പെടുത്തുന്നതിന് ഏറ്റവും പരമപ്രധാനമായ ഒന്നാണ് എന്നുള്ള കാര്യം ഭരണകർത്താക്കൾ മറക്കാതിരിക്കണം.